ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലാറ്റ് ഗാർഡൻ പാർട്ട് 2. അപ്പം നമ്മുടെ ഫ്ലാറ്റിലേക്ക് കുറച്ച് പുതിയ അതിഥികളൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ ഫ്ലാറ്റിൽ ആദ്യത്തെ ഗാർഡൻ സെറ്റ് ചെയ്തത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം വ്യൂവേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ സിസ്റ്ററിൻലോയുടെ വീട്ടിൽ നിന്ന് പെരുന്നാളിന് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പം എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം. പുള്ളിക്കാരുടെ ഉമ്മ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. ഉമ്മിയുടെ ഒഴിവ് ടൈമിലെ മെയിൻ ഹോബിയാണ് കേട്ടോ ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് ആ വീട്ടിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. മൊത്തം ചെടിയാണ്, ഫുൾ അകത്ത് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും മൊത്തം പ്ലാന്റ്സ് ആണ് കേട്ടോ. പുള്ളിക്കാരി ഒരു മിനി പോണ്ട് വരെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്കും ഉമ്മി കുറച്ച് പ്ലാന്റ്സ് തന്നുവിട്ട്, അതുകൊണ്ട് ആദ്യം ഉമ്മിയോട് താങ്ക്സ് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് ഈ ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാൾ ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് ക്രീപ്പിംഗ് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നടാൻ എനിക്ക് ഉമ്മി കുറേ ക്രീപ്പി പ്ലാന്റ്സും കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയതെല്ലാം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കളക്ഷനും പേരറിഞ്ഞൂടാത്ത ഒരുപാട് കളക്ഷനൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് മണ്ണൊന്നുമില്ല, മണ്ണ് ഇപ്രാവശ്യം നമുക്ക് കുറവാണ് കേട്ടോ. അപ്പം നേരത്തെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ണ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നേരത്തെ നട്ടയിൽ കുറച്ച് പൊടിക്കാതെ വന്ന ചെടിയുടെ പോട്ടും കയ്യിലുണ്ട് കേട്ടോ. ഈ പ്ലാന്റിന് ഷെഫ്ലറ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇത് ഇൻഡോറും ഔട്ട്ഡോറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇത് എയർ പ്യൂരിഫയിങ് കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെമ്മ് വെട്ടി നടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. ഇനി ഇതാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്നേക്ക് പ്ലാന്റ് ഈസി ടു മെയിൻ്റനൻസ് ആണ് കേട്ടോ. അതുപോലെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം ഇതിന് കുറച്ച് പോസിറ്റീവ് എനർജിയൊക്കെ നമ്മുടെ ഹൗസിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അത് ഈസ്റ്റോ സൗത്ത് ഈസ്റ്റോ വെച്ചാൽ ഇത് നമുക്ക് പോസിറ്റീവ് എനർജി തരുമെന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്. നാസ കണ്ടക്ട് ചെയ്ത എയർ സ്റ്റഡിയിൽ പറയുന്നുണ്ട് കേട്ടോ ഈ സ്പൈഡർ പ്ലാന്റിനെ പറ്റിയിട്ട്. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കെമിക്കലായ ഫോർമാൽഡിഹൈഡ് പോലെയുള്ള കെമിക്കൽസിനെ ഇതിനെ അബ്സോർബ് ചെയ്യാനും നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സ്പൈഡർ പ്ലാന്റ്സിനുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ്റനൻസും എളുപ്പമാണ്, ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്ന പ്ലാന്റിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ ഇക്കഡോണിയ എന്നാണ് കേട്ടോ. ഇത് ഒരുപാട് വെറൈറ്റീസിൽ അവൈലബിൾ ആണ്. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. ഓൾസോ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റുമാണ്. ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് ഒരു ബെൽ ഷേപ്പ് സ്ട്രക്ചറാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലവറിൻ്റെ കളേഴ്സും ഒരുപാട് വെറൈറ്റി അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് മെയിൻ്റനൻസ് വളരെ ഈസി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമ്മളിത് പ്ലാന്റ് ചെയ്യുന്ന പോട്ട് എപ്പോഴും നല്ല രീതിയിൽ വാട്ടർ ഡ്രെയിൻ ആവുന്ന രീതിയിൽ, ഒന്നും ഒരുപാട് വെള്ളം അതിനകത്ത് പെർസിസ്റ്റ് ചെയ്യരുത്. വാട്ടർ ഡ്രെയിനിങ് കപ്പാസിറ്റി ഉള്ള പോട്ട്സിൽ മാത്രം ഇതിനെ നമ്മൾ നടുക. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടും പോട്ടിൽ മാത്രമേ നടാവൂ കേട്ടോ. അതുപോലെ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെമ്മ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. ഡെയിലി വാട്ടറിങ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഡെയിലി വാട്ടർ ചെയ്താലും വാട്ടർ അതിനകത്ത് പെർസിസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ സ്റ്റെമ്മിനെയും അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ട്സിനെയൊക്കെ അഴുവലുണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് പോട്ട് എപ്പോഴും ഡ്രെയിനിങ് ആയിട്ടുള്ള പോട്ടിൽ മാത്രം പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മാത്രമേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. പിന്നെ ഈസി മെയിൻ്റനൻസ് ആണ്, നമുക്ക് വളർത്തുന്നതിലൊന്നും ഒരു പാടുമില്ല. ഇതൊരു ഫ്ലവറിങ് ടൈപ്പ് ഓഫ് പ്ലാന്റും ആണ് കേട്ടോ. പിന്നെ ഇതിനെ ഞാൻ നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു ക്രീപ്പി പ്ലാന്റിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് അങ്ങനത്തെ 2 ചട്ടിയിലാണ് കേട്ടോ ഞാൻ നട്ടേക്കുന്നത്. ഇനി നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നതാണ് സിങ്കോണിയം ഡോർഫ് കേട്ടോ. ഇത് ഇത്ര പൊക്കം മാത്രമേ വെക്കത്തുള്ളൂ. ഇത് നമ്മുടെ ഈ മിനി പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ചെടിയാണ് കേട്ടോ. ഇതിനധികം പൊക്കമൊന്നും വെക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസിന് ഒരുപാട് സൺലൈറ്റും ഷെയ്ഡൊന്നും വേണ്ടിയിട്ടുള്ള കാര്യമില്ല. അതുപോലെ തന്നെ പോട്ട് നല്ല രീതിയിൽ ഡ്രെയിനിങ് ആയിട്ടുള്ള പോട്ടായിരിക്കണം. അത്യാവശ്യം വെള്ളം ദിവസം നനച്ചു കൊടുക്കണം കേട്ടോ. സ്പ്രേയിങ് ആയിരിക്കും അതിന് കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഈ പ്ലാന്റ്സ് ആണ് ഡോർഫ് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നത്. ഒരുപാട് മെഡിസിനൽ പർപ്പസ് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ ഡോർഫ് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നത്. ഇത് അൽഷിമേഴ്സ് അതുപോലെ തന്നെ ന്യൂറോ ഡിസീസ് ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നേക്കാളും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇതിന് നല്ല ബ്രൈറ്റ് സൺലൈറ്റും വേണം, അതുപോലെ തന്നെ വാട്ടറിങ്ങും നല്ല രീതിയിൽ വേണം. നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടിൽ വെച്ചാൽ അടിപൊളിയായിട്ട് ഇത് ബുഷിയായിട്ട് നമുക്കിതിനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ബുഷിയായിട്ട് വളർത്താം
വളർത്തിയെടുക്കാനും. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകും കേട്ടോ, നല്ല കോമ്പിനേഷനിൽ ലൈറ്റ് ബ്ലൂവും വൈറ്റും വരുന്ന കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ബുഷിയായിട്ട് വളർത്താൻ പറ്റും. ഇനി ഞാൻ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോത്തോസ്, മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി. ഇതും നമ്മൾ ക്രീപ്പി ആയിട്ട് വളർത്താനും ബുഷിയായിട്ട് വളർത്താനും പറ്റും കേട്ടോ. മിക്ക പ്ലാന്റ്സും നമ്മൾ അതിനെ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു വിട്ടാൽ നമുക്കതിനെ ക്രീപ്പി ആക്കാനും ബുഷി ആക്കാനും ഒക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ക്രീപ്പി ആയിട്ട് വളർത്താനാണ് കേട്ടോ. ഇതിൻ്റെ ബുഷിയായിട്ടുള്ള രൂപം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അതിനകത്ത് ലെഫ്റ്റ് ഓവർ വന്ന കുറച്ച് സ്റ്റെമ്മിൽ നിന്ന് വന്ന മുളകളാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് കുത്തിവെക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ക്രീപ്പി ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇക്കോഡോണിയ പോലെ ഇതിനെയും ജസ്റ്റ് രണ്ട് ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ പോലെയുള്ള പോട്ടിൽ വെച്ച ശേഷം വിൻഡോയുടെ സൈഡിൽ വെച്ചാൽ നമുക്കിതിനെ ക്രീപ്പി ആയിട്ട് കാണാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ നടാൻ പോകുന്ന പ്ലാന്റ്സ് എല്ലാം കുറച്ച് വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ചെറിയ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷൻ എല്ലാം തീർന്നു. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേരാണ് അഗ്ലോണിമ. ഈ പ്ലാന്റിന് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഡോർഫായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടോളായിട്ട് വളരുന്നതും ബുഷിയായിട്ട് വളരുന്നതും ഒരുപാട് വെറൈറ്റീസ് ഇതിന് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് വേറൊരു പേരൂടെ ഉണ്ട്, ചൈനീസ് ഗ്ലോറി എന്ന് പറഞ്ഞിട്ട് ഒരു പേരൂടെ ഉണ്ട്. വളരെ ഈസി മെയിൻറ്റനിങ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിനെ പ്ലാന്റ് ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ നോട്ട്സ് എല്ലാം വരുന്നത് ഇതിൻ്റെ റൂട്ടിൽ നിന്നാണ് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. ലോ ലൈറ്റ് ആയാലും ഇത് ഈസി ആയിട്ട് വളരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇതും അഗ്ലോണിമയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതിന് പറയുന്നത് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്നാണ്. കമ്പാരിറ്റീവ്ലി ഇതിന് ഒരു റെഡ് ഷെയ്ഡ് കൂടുതലാണ് കേട്ടോ. ഇത് 30 വർഷത്തിന് മുകളിൽ വരെ ലൈഫ് സ്പാൻ ഉള്ള ഒരു ചെടിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്ന വെറൈറ്റീസാണ് കലാത്തിയ എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഓവൽ ഷേപ്പ്ഡ് സൈസുള്ള ലീഫും അതുപോലെ തന്നെ ഗ്രീനും കോൺട്രാസ്റ്റായിട്ട് പർപ്പിൾ ഷെയ്ഡും വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇത് സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യരുത്. അതിൻ്റെ ലീഫ് നശിച്ചു പോകാനുള്ള കാരണമാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആണിവ. ഇതിന് നല്ല രീതിയിൽ ലൈറ്റ് കിട്ടണം. ഇനി നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഒറേലിയ ഗ്രീൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റീസ് ആണ്. ഇത് നല്ല ബുഷി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇൻഡോറിന് പറ്റിയ പ്ലാന്റ്സ് ആണ്. ഇതിനെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യരുത്. ഇതിൻ്റെ ലീഫ് സ്ക്രോച്ചായി പോകും. നല്ല ഫൈൻ ആയിട്ടുള്ള ലീവ്സ് ആണ് കേട്ടോ. അപ്പം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഈസിയാണ്. സോയിൽ ഇച്ചി നനവ് കാണണം. അതുപോലെ തന്നെ പോട്ട് നല്ല ഡ്രെയിനിങ് ഉള്ള പോട്ടും ആയിരിക്കണം. ഇനി ഇതും നമ്മൾ നേരത്തെ കാണിച്ച അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതിന് സിൽവർ ക്യൂൺ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. മറ്റേതിനെ പോലെ സെയിം കണ്ടീഷൻസ് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതും ഞാൻ നേരത്തെ കാണിച്ചതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റുള്ളൊരു ടൈപ്പാണ് കേട്ടോ. മറ്റേതൊരു ഡോർഫ് ടൈപ്പാണ്. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് വയ്ക്കുന്നതാണ്. ഇനി ഈ പ്ലാന്റ്സിന് അറിയപ്പെടുന്ന മിൽക്കി ബാംബൂസ് എന്നാണ് കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യരുതെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിന് പ്രൗൺ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ വളരുകയും ചെയ്യും. ഇത് നമ്മുടെ മറ്റേ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. അത് ഓൾറെഡി ഇരുന്നതിനെ ഞാൻ വേറൊരു പോട്ടിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇനി നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്ന യൂഫോർബിയ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സാക്കുലൻ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ കറക്റ്റ് പേര് ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയതാണ് കേട്ടോ ആ പേര്. അപ്പോൾ ഇതിൻ്റെ കൾട്ടിവേഷൻ അല്ല, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നടുക എന്നുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞു പോട്ടിലൊന്നും നടാൻ പറ്റിയ പ്ലാന്റ് അല്ല. ഇത് നല്ല വലിയ പോട്ടിൽ നടണം. കാരണം ഇതിൻ്റെ സ്റ്റെമ്മ് നല്ല രീതിയിൽ നീളം വെച്ച് വളരുന്നതായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് വളരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊന്ന് ഇങ്ങനെ കുത്തി നിർത്തുന്നത്. കാരണം ഇത് ഓൾറെഡി വീട്ടിൽ നിന്ന് പ്ലാന്റ് ആണ്. അപ്പം അത്യാവശ്യം ഇലയൊക്കെ പൊഴിഞ്ഞ് ഡാമേജായ കണ്ടീഷനിലാണ്. അപ്പോൾ പുതിയ ബേബീസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതിനകത്തേക്ക് നട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടെ വലുതാകുമ്പം വേറെ പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ നടാൻ പോകുന്ന പ്ലാന്റാണ്. ഇത് സ്മോൾ ബാംബു പാംസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റീസാണ്. പിന്നെ ഞാൻ നട്ടേക്കുന്നത് ഒരു പോത്തോസ് വെറൈറ്റിയാണ്. പിന്നെ ഒരു ക്രീപ്പി പ്ലാന്റ് കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പം നമ്മുടെ പരിപാടി എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി ക്ലീനിങ് ആണ് കേട്ടോ മെയിൻ. ഇനി നമ്മുടെ ഈ ഫ്ലാറ്റ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് മെയിനായിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ ഈ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ എല്ലാം തെറിക്കും. അതുപോലെ തന്നെ പറന്നും നടക്കുമല്ലേ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പാണ് ഞാനിനി പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ നടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മണ്ണിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നനയ്ക്കുമ്പോൾ നമ്മൾ ഫാൻ ഇട്ടാലും ഈ മണ്ണിങ്ങനെ ഒരുപാട് പറക്കത്തുമില്ല. അതുപോലെ തന്നെ ഒരുപാട്
തറയിലൊന്നും ആവാതെ പറന്ന് വേറെ സാധനങ്ങളിലൊന്നും പോവാതെ നമുക്ക് മണ്ണിനെ സൂക്ഷിക്കാനും കഴിയും കേട്ടോ. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്തെന്നാൽ, നമ്മൾ ഈ പ്ലാന്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെപ്പോഴും ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ വിരിച്ചേക്കണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മൾ എന്തിലാണോ വെച്ചേക്കുന്നത് അതിലേക്ക് ആവാതെ ഇരിക്കാനും നമുക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഇത് നമ്മൾ വീട്ടിനകത്ത് ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർ നേരിടുന്ന മെയിൻ പ്രശ്നങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ മണ്ണിൻ്റെ കാര്യം. അല്ലാത്ത പക്ഷം ഈ മണ്ണ് നമ്മൾ എടുക്കുന്ന സമയത്ത് മണ്ണ് പറന്നിട്ട് അവിടെ എല്ലാം ആവുകയും ചെയ്യും. അതുമാത്രമല്ല നമ്മളെപ്പോലുള്ളവർക്ക് മണ്ണെന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള സാധനമാണ് കേട്ടോ. ഇവിടെയൊന്നും നമുക്ക് മണ്ണെടുക്കാനുള്ള പെർമിഷനും ഇല്ല. അതുപോലെ തന്നെ മണ്ണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ക്ലീനിങ് ഒക്കെ ഒരുവിധമായി. ഇനി ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തതൊന്ന് വാരിക്കൂട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ബാക്കി ലെഫ്റ്റ് ഓവർ വന്ന മണ്ണിനെ ഞാൻ ഒരു ബക്കറ്റ് എടുത്ത ശേഷം ഒരു കവറിലാക്കി ബക്കറ്റിലേക്ക് ഒരു കവർ വെച്ച് അതിനകത്തേക്ക് തന്നെ തിരിച്ചിടുകയാണ്. നെക്സ്റ്റ് പ്ലാന്റ്സ് വരുന്ന സമയത്ത് അതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കുറേ പ്ലാന്റ്സൊക്കെ ഡ്രെയിനിങ്ങിലൂടെ തന്നെ അതിൻ്റെ സോയിലൊക്കെ നഷ്ടമാവും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലും നമുക്ക് ഈ വെച്ചേക്കുന്ന സോയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ടാറ്റാ ബൈ ബൈ, സീ യു.